എന്താ അമ്മച്ചി? എല്ലാവരും എവിടെയാ? നേരം വൈകുന്നു. പുൽക്കൂട് ഒന്നും ശരിയാക്കിയില്ല. അമ്മച്ചി, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഈ പുൽക്കൂട്ടിൽ വയ്ക്കാനുള്ള ഇടയനും ആടും ഒക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നത്? എല്ലാം ഇവിടെ ഉണ്ട് അമ്മച്ചി. ഞങ്ങൾ എല്ലാം ചെയ്തോളാം. അമ്മച്ചി സമാധാനമായി ഇരിക്കെ. മോൻ ഉറക്കം വരുന്നോ? അമ്മച്ചി, നമ്മൾ എപ്പോഴാ പള്ളിയിൽ പോകുന്നത്? രാത്രിയിൽ. കഴിഞ്ഞ വർഷവും നമ്മൾ അങ്ങനെയല്ലേ പോയത്? അമ്മച്ചി, നമ്മൾ വള്ളത്തിൽ തന്നെയാണോ രാത്രിയിൽ പള്ളിയിൽ പോകുന്നത്? എനിക്ക് പേടിയാകുന്നു. അന്ന് വെള്ളത്തിൽ വീണതോർക്കുമ്പോൾ. അച്ചാച്ചൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ... എന്താ അമ്മച്ചിയും കൊച്ചുമക്കളും തമ്മിൽ ഒരു കുശലം പറച്ചിൽ? ഞാൻ അത്യാവശ്യമായി കൃഷിസ്ഥലം വരെ പോയതാ. എടാ, ഇവൻ പറയുകയാ വള്ളത്തിൽ കയറാൻ പേടിയാണെന്ന്. അതാണോ? ഞങ്ങളില്ലേ കൂടെ. ദൈവം തമ്പുരാൻ ഒന്നും വരുത്തില്ല. മോനിങ് വന്നേ. മക്കളൊന്നും പേടിക്കണ്ട. ഇന്നമ്മച്ചി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ കഥ പറഞ്ഞു തരാം. അപ്പോൾ മക്കളുടെ പേടിയൊക്കെ മാറിക്കോളും. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം. ഹെറോദേസ് രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താണെന്ന് അറിയാമോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതായത് വിവാഹത്തിന് മുമ്പ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. അവർ സത്രത്തിൽ സ്ഥലമന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റ് ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവർ ഒരു പുൽത്തൊഴുത്തിലെത്തി. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ ഉണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിൽ എത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുൻപിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ടാരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം ഇവ കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. മക്കളെ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാകട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്.
എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. സംഗീതമേള വരൂ വരൂ ദേവൻ പിറന്നിതാ തൊഴാനാഥൻ പിറന്നിതാ. പൊന്നുളി പുലരി പുൽക്കൂട്ടിൽ പൊന്നുണ്ണി പൊന്നുണ്ണി പുഞ്ചിരി വിരിയും മുഖമോടെ ഉണ്ണീശോ എന്നീശോ. ഈ തിരുരാവിൽ ഈ മഞ്ഞിൻ കുളിരിൽ ഈ സ്നേഹദാനം ഈ ദിവ്യരൂപം സ്വർഗം നൽകും സമ്മാനം. ഉണ്ണിയേശുവേ, ഈ ക്രിസ്മസിന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. അപകടത്തിൽ നിന്ന് അവരെ എല്ലാം നീ കാത്തുരക്ഷിച്ചല്ലോ. 1000 നന്ദി. എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ. ഓഹോ, ക്രിസ്മസ് പാപ്പയാണല്ലോ. മക്കളെ, ദേ കരോൾ വന്നു, ഓടിവാ. Happy Christmas. Happy Christmas. Happy Christmas. Happy Christmas. Venite insieme a trovarlo. E con la stella dei magi davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം
എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ